മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി ആരോപണത്തിലെ കളത്തിലിറങ്ങി ഇഡിയും ഇനി തെരഞ്ഞെടുപ്പിന് മുൻപ് ഇഡി ആരെയൊക്കെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും എന്നതാണ് നിർണായകം. ഇഡി BJPയുടെ കൂലിപ്പണിക്കാരനാണെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം. എന്നാൽ സ്വർണ്ണക്കടത്തും കരുവന്നൂരും ഒക്കെ കണ്ട പ്രതിപക്ഷത്തിന് ഇഡി അന്വേഷണത്തിൽ അത്ര വിശ്വാസമില്ല. കരുവന്നൂരിൽ ഇഡിയുടെ ചില കടുത്ത നീക്കങ്ങളുടെ സൂചനകൾക്കിടെയാണ് മാസപ്പടിയും വരുന്നത്. CMRL എക്സാലോജിക് ഇടപാടിൽ പ്രാഥമിക പരിശോധനകൾക്ക് ശേഷമാണ് ECIR രജിസ്റ്റർ ചെയ്തത്. IT-യുടെയും കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന്റെയും റിപ്പോർട്ടുകളിൽ നിന്ന് കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടെന്നാണ് ഇഡിയുടെ നിലപാട്. ആലുവയിലെ CMRL കമ്പനി ഉടമകളെയാകും ആദ്യം ചോദ്യം ചെയ്യുക. ഇവരുടെ മൊഴികളുടെയും സാമ്പത്തിക ഇടപാട് രേഖകളുടെയും വെളിച്ചത്തിൽ തുടർ നീക്കങ്ങളും ഉണ്ടാകും. തെരഞ്ഞെടുപ്പിന് മുൻപ് മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്ക് നോട്ടീസ് നൽകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. CMRL കമ്പനിയിൽ നിന്ന് പണം പറ്റിയ മറ്റ് രാഷ്ട്രീയ നേതാക്കളിലേക്കും അന്വേഷണമുണ്ടാകും. ഇഡി നടപടിയെ പരാതിക്കാരനായ ഷോൺ ജോർജ് സ്വാഗതം ചെയ്തു. നല്ല രീതിയിൽ ഈ കേസ് അന്വേഷണം മുമ്പോട്ട് പോകുമെന്നും അതിലുപരി ഇതിനകത്ത് കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ച് അവർക്കെതിരെ നടപടി ഉണ്ടാക്കാൻ കഴിയുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ MV ഗോവിന്ദൻ ഇഡിയെ പരിഹസിച്ചു. കൂലിക്ക് വേണ്ടി ചെയ്യുന്ന ജോലി പോലെയാണ് ഇഡി ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കൂലിക്ക് വേണ്ടി ഞാൻ ബോധപൂർവം തന്നെ പറഞ്ഞാണ്. CPM BJP അഡ്ജസ്റ്റ്മെന്റ് ഇല്ലെന്ന് കാണിക്കാൻ മാത്രമാണ് അന്വേഷണമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. ഇഡി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ഒരു സ്റ്റണ്ടാണ്, ഞങ്ങൾ തമ്മിൽ ഒരുമിച്ചല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കേരളത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പെടുത്ത ഇഡി അന്വേഷണവും നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം എടുത്ത ഇഡി അന്വേഷണവും എല്ലാം പെരുവഴിയിലാണ്. എല്ലാം ഇവർ തമ്മിൽ ധാരണയുണ്ടാക്കി തീർത്തതാണ്. ഉപ്പ് തിന്നവർ ആരായാലും വെള്ളം കുടിക്കുമെന്നായിരുന്നു കേന്ദ്രമന്ത്രി V മുരളീധരന്റെ മറുപടി. മാസപ്പടിയിൽ തുടങ്ങി ഇഡി ഇനി എങ്ങോട്ടേക്കൊക്കെ എത്തുമെന്നത് നിർണായകമാണ്, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തി നിൽക്കെ. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.